ജാർഖണ്ഡിലെ ടാറ്റാനഗർ റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്താണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ടാറ്റാനഗറിൽ നിന്നും വെസ്റ്റ് ബംഗാളിലെ ഹൗറയിലേക്കാണ്. പ്ലാറ്റ്ഫോമിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് യാത്ര ചെയ്യാനുള്ള ട്രെയിൻ ഇവിടെ കിടപ്പുണ്ട്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലായത് ഏതായാലും നന്നായി. സമയം രാവിലെ 5:45 കറക്റ്റ് 6:05 തന്നെ ട്രെയിൻ ഇവിടുന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഹൗറ ലക്ഷ്യമാക്കി യാത്ര ആരംഭിക്കുന്നതാണ്. അതിനു മുമ്പേ നമ്മുടെ ലോക്കോ ഒക്കെ കാണുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, നമുക്ക് ആ ചടങ്ങിലേക്ക് ഒന്ന് പോവാം. അതിന്റെ ലോക്കോ ഒക്കെ ഒന്ന് കണ്ടേക്കാം. ഇന്നത്തെ നമ്മുടെ ട്രെയിനിന്റെ സാരഥി ഇവനാണ്. ടാറ്റാനഗർ ഡിപ്പോയുടെ ലോക്കോയാണ്. ടാറ്റാനഗറിൽ ഒരു അടിപൊളി ഇലക്ട്രിക് ലോക്കോ ഉണ്ട്. അതാണ് ഇന്ന് സ്റ്റീൽ എക്സ്പ്രസിനെ ഹൗറ വരെ കൊണ്ടുവന്നത്. ഇതാണ് ഇവരുടെ ഐക്കോണിക് പ്രസ്റ്റീജിയസ് ട്രെയിനായ ടാറ്റ ഹൗറ സ്റ്റീൽ എക്സ്പ്രസ്. സ്റ്റീൽ എക്സ്പ്രസ്സിൽ 4 AC ചെയർക്കാറും ഒരു ഫസ്റ്റ് ക്ലാസ് AC ചെയർക്കാറും ഉണ്ട്. ഇതാണ് ഫസ്റ്റ് ക്ലാസ് AC ചെയർക്കാർ. എക്സിക്യൂട്ടീവ് AC ചെയർക്കാറാണ്. നോർമൽ ശതാബ്ദി എക്സ്പ്രസ്സിലൊക്കെയാണ് ഈ ഒരു എക്സിക്യൂട്ടീവ് ചെയർക്കാർ വരാറ്. ഇത് ഇവരുടെ ഒരു പ്രസ്റ്റീജിയസ് ട്രെയിൻ ആണല്ലോ, അതുകൊണ്ടാണ് ഇതിൽ ഇങ്ങനെ എക്സിക്യൂട്ടീവ് ചെയർക്കാറൊക്കെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകമൊക്കെ ഒന്ന് നോക്കിയേക്കാം, എക്സിക്യൂട്ടീവ് ചെയർക്കാർ എങ്ങനെയുണ്ടെന്ന്. ആ ശതാബ്ദി കാണുന്ന അതേ സെറ്റപ്പ് തന്നെ. സീറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പുഷ് ബാക്ക് സീറ്റാണ്. നല്ല കംഫർട്ട് ജേർണി തരുന്ന കോച്ചുകളാണ് എക്സിക്യൂട്ടീവ് ചെയർക്കാർ കോച്ചുകൾ. നമ്മുടെ കോച്ചാണിത്, C3 AC ചെയർക്കാർ കോച്ചാണ്. ഇനി ഇതിലാണ് ഹൗറ വരെ യാത്ര ചെയ്യുന്നത്. കുഴപ്പമില്ല, നല്ല വൃത്തിയുള്ള അടിപൊളി കോച്ച് തന്നെയാണ്. നമുക്ക് കിട്ടിയത് വിൻഡോ സൈഡിലെ സീറ്റാണ്. C310. എല്ലാ ലഗേജും ഓക്കെ ആക്കി. ട്രെയിൻ 10 മിനിറ്റ് ഡിലേ ആയി. കറക്റ്റ് പറഞ്ഞാൽ 6:15 തന്നെ ടാറ്റാനഗർ പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് ഹൗറ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഇനി ട്രെയിനിന്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് രേഖാമൈൻ. 20 കിലോമീറ്ററുകൾക്കപ്പുറമാണ് രേഖാമൈൻ വരുന്നത്. ടാറ്റാനഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്ത ഈ വലതേ സൈഡിൽ കാണുന്നതാണ് ടാറ്റാനഗറിലെ പിറ്റ് ലൈനും യാർഡും ഒക്കെ വരുന്നത്. ഈ സൈഡിലായിട്ടാണ്. യാർഡിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കോച്ച് കിടക്കുന്നുണ്ട്. ആ പച്ച കളറിലെ അതിന്റെ മണ്ടയൊക്കെ പോയതാണ്. നല്ല രസമുണ്ട് ആ കോച്ച് കാണാൻ. സെയിം കോച്ച് ഞാൻ റാഞ്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചും കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സെയിം ഗ്രീൻ കളറിലെ കോച്ച്. ഇതാണ് ടാറ്റാനഗറിന്റെ ആ ഫേമസ് ആയ ഇലക്ട്രിക് ലോക്കോ ഷെഡ്. ഇവിടെ എല്ലാത്തരം ഇലക്ട്രിക് ലോക്കോയും കാണാവുന്നതാണ്. WP7 കണ്ടു, WG7 അവിടെ കിടപ്പുണ്ടായിരുന്നു. WG9 ഇവിടെ കിടക്കുന്നു. അടിപൊളി ഷെഡ്. ഈ കാണുന്ന ഫാക്ടറി ഉണ്ടോ, ഈ വിശാലമായ ഫാക്ടറിയാണ് ടാറ്റാനഗറിലെ ഏറ്റവും ഫേമസ് ആയ നുവോക്കോയുടെ സിമെന്റ് ഫാക്ടറി. ഈ റൂട്ടിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇതേമാതിരിയുള്ള കൽക്കരി കയറ്റിയ ട്രെയിനുകൾ കിടക്കുന്നത് കാരണം, മെയിൻ ലൈനിൽ കിടക്കുന്ന കാരണം എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ഇതേമാതിരി ലൂപ്പ് അടിച്ച് പോകുന്നതുകൊണ്ട് ഒരുപാട് സമയനഷ്ടവും ട്രെയിൻ ഒത്തിരി ലേറ്റ് ആവാനുള്ള ചാൻസും ഉണ്ട്. ഈ റൂട്ടിൽ ട്രെയിനുകൾ ലേറ്റ് ആവാനുള്ള ഒരു മെയിൻ റീസണും ഇത് തന്നെയാണ് കേട്ടോ. അന്തോണി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലൂടെയാണ് ഇപ്പോൾ ട്രെയിൻ ലൂപ്പ് അടിച്ച് പോകുന്നത്. മെയിൻ ലൈനിൽ ഈ ട്രെയിൻ കിടക്കുന്നത് കാരണം അപ്പുറത്തെ സൈഡിലൂടെ കണ്ടോ ഒരു പാസഞ്ചർ ട്രെയിൻ പാസ് ചെയ്യുന്നത്. അതാണ് പുരിയിൽ നിന്ന് എല്ലാ ദിവസവും യോഗ്നഗർ ഋഷികേശിലേക്ക് പോകുന്ന ഉത്കാൽ എക്സ്പ്രസ്. 2 WG9 ആണ് ഈ കിടക്കുന്നത്. ആ ട്രെയിനിൻ്റെ ലാസ്റ്റ് കോച്ചാണ് ആ കടന്നു പോയത്. ടാറ്റാനഗറിൽ നിന്ന് 20 കിലോമീറ്ററുകൾ താണ്ടി ട്രെയിനിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പായ രേഖാമൈൻസ് റെയിൽവേ സ്റ്റേഷനാണ് ഇത്. ഇവിടെ ഈ ട്രെയിൻ വെറും 2 മിനിറ്റുകൾ മാത്രമാണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ സ്റ്റേഷൻ്റെ പേര് കണ്ടു, രേഖാമൈൻസ്. 2 മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം രേഖാമൈൻസിൽ നിന്ന് ട്രെയിൻ ഹൗറ ലക്ഷ്യമാക്കി നേരെ
രാവിലെ ചായയും കോഫിയും ഇല്ലെങ്കിൽ പിന്നെ എന്ത് യാത്ര. ഞാനും വാങ്ങിയ ഒരു ചായ സ്റ്റീൽ എക്സ്പ്രസ്സിലെ ഓൺബോർഡ് കാറ്ററിംഗ് സ്റ്റാഫിൽ നിന്ന് വാങ്ങിയതാണ്. ചായയുടെ ക്വാണ്ടിറ്റി വളരെ കുറവാണെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നി. ടാറ്റാനഗറിൽ നിന്ന് 37 കിലോമീറ്ററുകൾ താണ്ടി ട്രെയിനിൻ്റെ രണ്ടാമത്തെ സ്റ്റോപ്പായ ഗാഡ്സില്ല റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടെ ട്രെയിൻ വെറും 2 മിനിറ്റുകൾ മാത്രമാണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ സ്റ്റേഷൻ്റെ വർക്കൊക്കെ നടക്കുന്ന കാരണം ഇതുവഴിയൊക്കെ എങ്ങനെ ആൾക്കാർ നടക്കുമെന്നോ. കുറേ ആൽമരങ്ങളൊക്കെ അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, പഴയ ആൽമരങ്ങളാണ്. പക്ഷേ ഇവിടെല്ലാം വർക്ക് നടക്കുന്ന കാരണം കണ്ടില്ലേ, സ്റ്റേഷനൊക്കെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അവസ്ഥ ഇതാണ്. ടാറ്റാനഗറിൽ നിന്ന് 67 കിലോമീറ്ററുകൾ താണ്ടി ഈ ട്രെയിനിൻ്റെ മൂന്നാമത്തെ സ്റ്റോപ്പാണിത്. ഈ സ്റ്റേഷൻ്റെ പേരാണ് ചാകുല്യ. ഇവിടെയും എല്ലാ സ്റ്റേഷനിലും പോലെ തന്നെ 2 മിനിറ്റ് മാത്രമാണ് സ്റ്റോപ്പ് ഉള്ളത്. മിക്കവാറും എല്ലാ സ്റ്റേഷനിലും സെയിം ടൈമാണ്. ഇവിടുത്തെ സ്റ്റേഷൻ്റെ പ്രത്യേകത കണ്ടില്ലേ, എല്ലായിടത്തും നല്ല മരങ്ങളുണ്ട്, മനോഹരമായിട്ടുണ്ട്. ടാറ്റാനഗറിൽ നിന്ന് 96 കിലോമീറ്ററുകൾ താണ്ടി ട്രെയിനിൻ്റെ 4ാമത്തെ സ്റ്റോപ്പാണ്. ഈ സ്റ്റേഷൻ്റെ പേരാണ് ജർഗ്രാം. ഇവിടെയും പറഞ്ഞ പോലെ 2 മിനിറ്റുകൾ മാത്രമാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെയും കണ്ടു നല്ല മരങ്ങളൊക്കെ വെച്ചുപിടിപ്പിച്ച്. ഈ സെക്ടറിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇങ്ങനെയാണ്, നല്ല നല്ല മരങ്ങളൊക്കെയാണ് ഇവിടെ സ്റ്റേഷനിലൊക്കെ കാണാൻ പറ്റുന്നത്. അതിമനോഹരമായ കാഴ്ചയല്ലേ. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് സ്റ്റേറ്റിലൂടെ യാത്ര ചെയ്തവർ ധാരാളമായി കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ കൽക്കരി യാർഡുകൾ. ഇതേമാതിരിയുള്ള ട്രക്കുകളിൽ കൽക്കരി ഇവിടെ കൊണ്ട് ഇറക്കിയ ശേഷം ഓരോ ഗുഡ്സ് ട്രെയിനുകളിൽ ഇവിടെ നിന്ന് കയറ്റി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് പതിവ്. ബിലാസ്പൂരിൽ നിന്ന് ഖരഗ്പൂർ വരെ പോകുന്ന NH49 പാരലായിട്ട് കടന്നു പോകുന്ന നാഷണൽ ഹൈവേ. ഖരഗ്പൂരിലേക്ക് ട്രെയിൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് യാർഡുകളും കാര്യങ്ങളും ഒക്കെ ഖരഗ്പൂർ എത്തുമ്പോഴത്തേക്കും കാണാം. മേജർ ഒരു ജംഗ്ഷൻ ആയതുകൊണ്ടാണ് ഇതേമാതിരിയുള്ള ബൈപ്പാസ് ട്രാക്കുകളൊക്കെ ഇനി അങ്ങോട്ട് പോകുന്ന വഴി കാണാൻ പറ്റുന്നതാണ്. കൂടെ പോകുന്ന ഈ ബ്രിഡ്ജ് കണ്ടോ, ഇത് NH49 ഈ റെയിലിൻ്റെ മുകളിലൂടെ പാസ് ചെയ്യുകയാണ്. ബിലാസ്പൂരിൽ നിന്നും ഖരഗ്പൂർ പോകുന്ന ഒരു സൂപ്പർ ഹൈവേ തന്നെയാണ് NH49. ഖരഗ്പൂർ ഒരു മേജർ ജംഗ്ഷൻ ആയതുകൊണ്ട് ഔട്ടറിൽ മിക്കവാറും എല്ലാ ട്രെയിനും സിഗ്നൽ കിട്ടാതെ ഇതേമാതിരി പിടിച്ചിടാറുണ്ട്. വെസ്റ്റ് ബംഗാളിലെ ഒരു മേജർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ ഖരഗ്പൂർ ജംഗ്ഷൻ. ലോകത്തെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഒരെണ്ണം കൂടിയാണ് ഖരഗ്പൂർ റെയിൽവേ സ്റ്റേഷൻ. ഈ സൈഡിൽ കാണുന്നത് മൊത്തം ഖരഗ്പൂർ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പുള്ള വാഗൺ ഡിപ്പോയാണ്. ഈ വാഗണുകളൊക്കെ റിപ്പയർ ചെയ്യുന്ന വമ്പൻ ഒരു ഡിപ്പോ തന്നെ ഖരഗ്പൂർ റെയിൽവേ സ്റ്റേഷനിൻ്റെ സൈഡിലായിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ആണ് ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. വമ്പൻ ഒരുപാട് ദൂരം, ഒരുപാട് കിലോമീറ്ററുകൾ പറന്നു കിടക്കുന്ന ഒരു വാഗൺ ഡിപ്പോ തന്നെയാണ് ഈ സൈഡിൽ കാണുന്ന ഖരഗ്പൂർ വാഗൺ ഡിപ്പോ. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി പാരലൽ റണ്ണാണ്. അപ്പുറത്തെ ട്രാക്കിലൂടെ പോകുന്ന ആ ട്രെയിൻ കണ്ടോ, അതാണ് SMVT ബാംഗ്ലൂരിൽ നിന്നും ഗുവാഹട്ടി വരെ പോകുന്ന ആഴ്ചയിൽ 3 ദിവസം സർവീസ് നടത്തുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ആ ട്രെയിൻ ചെന്നൈ ഭുവനേശ്വർ ലൈനിൽ വന്നതും നമ്മുടേത് ടാറ്റാനഗറിൽ നിന്ന് വന്നതുമാണ്. ഖരഗ്പൂർ ഒരു മേജർ ജംഗ്ഷൻ ആയതുകൊണ്ട് ഇതേമാതിരിയുള്ള കാഴ്ചകളൊക്കെ ധാരാളം കാണാൻ പറ്റും. ഇത് ചേസിങ് തന്നെയാണ്. ആര് ഫസ്റ്റ് എത്തും, ആര് സെക്കൻഡ് എത്തും എന്നുള്ളൊരു ചേസിങ് ജേർണിയാണ്. രണ്ട് ട്രെയിനും ഒരേ സമയത്താണ് ഖരഗ്പൂർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒന്ന് 5-ലും ഒന്ന് 6-ലും.
ഭരത്പൂർ ജംഗ്ഷൻ്റെ 6ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നത്. ഏകദേശം 50 മിനിറ്റോളം ലേറ്റ് ആയിട്ടുണ്ട്. 8:18 വന്ന് 2 മിനിറ്റത്തെ സ്റ്റോപ്പുകൾക്ക് ശേഷം 8:20 വിടേണ്ട ട്രെയിനാണ്. ഇപ്പോൾ സമയം 9:05. നല്ല ലേറ്റ് ആയിട്ടുണ്ട് ഈ ട്രെയിൻ. ഔട്ടറിലൊക്കെ ഒത്തിരി പിടിച്ചിട്ടത് കൊണ്ടാണ്. 12 പ്ലാറ്റ്ഫോമുകളുള്ള ഒരു സൂപ്പർ സ്റ്റേഷൻ കൂടിയാണ് ഖരഗ്പൂർ. ഇന്ത്യയിലെ പ്ലാറ്റ്ഫോമുള്ള നീളത്തിൻ്റെ കാര്യത്തിൽ 4ാമത്തെ ഏറ്റവും വലിയ നീളമുള്ള പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ്. ഈ 3 ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാമോ? ഖരഗ്പൂർ ഒരു മേജർ ജംഗ്ഷൻ ആകാൻ കാര്യം ഇവിടെ നിന്നാണ് ഹൗറയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന മെയിൻ ലൈനും ഹൗറയിൽ നിന്ന് ടാറ്റാ നഗർ മുംബൈയിലേക്ക് പോകുന്ന മെയിൻ ലൈനും ഇവിടെ നിന്നാണ് രണ്ടായിട്ട് തിരിയുന്നത്. അതുകൊണ്ടാണ് ഇതൊരു മേജർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനായിട്ട് മാറിയത്. നല്ല ബിസിയുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ ഖരഗ്പൂർ ജംഗ്ഷൻ. 2 മിനിറ്റ് സ്റ്റോപ്പിന് ശേഷം നമ്മുടെ ട്രെയിനാകട്ടോ ഫസ്റ്റ് സിഗ്നൽ കിട്ടിയത്. ഗോഹട്ടി എക്സ്പ്രസ്സും നമ്മുടെ ട്രെയിനും ഒരേ സമയത്താണ് സ്റ്റേഷനിൽ വന്നതെങ്കിലും പ്രയോറിറ്റി കൂടുതലുള്ള ടാറ്റ സ്റ്റീൽ എക്സ്പ്രസ്സിനാണ് ഫസ്റ്റ് സിഗ്നൽ കിട്ടിയത്. അതുകൊണ്ട് 2 മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം ഖരഗ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇനി ഹൗറ ലക്ഷ്യമാക്കി നേരെ സ്റ്റീൽ എക്സ്പ്രസ് ഹൗറയിലേക്ക്. ഓൺബോർഡ് ക്ലീനിങ് സ്റ്റാഫൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതേമാതിരി ക്ലീൻ ചെയ്യുന്നത് കാണാം. ബാത്റൂമുകളും കോറിഡോറും ഒക്കെ ഇതേമാതിരി ക്ലീൻ ചെയ്ത് ഇടയ്ക്ക് പോകുന്ന കാണാം. പോകുന്ന വഴി കണ്ടതാണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയോട് ഏകദേശ സാമ്യമുള്ള ഓരോ പ്രദേശങ്ങളാണ് ഖരഗ്പൂർ കഴിഞ്ഞ് 2 സൈഡിൽ നോക്കിയാലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു കുട്ടനാടൊക്കെ കാണുന്ന പോലെ നെൽവയലൊക്കെ അടിപൊളിയാക്കി നല്ല മനം കവരുന്ന കാഴ്ചയാണ് ഈ രാവിലെയുള്ള ഈ ട്രാക്കിലൂടെയുള്ള യാത്രയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഖരഗ്പൂർ കഴിഞ്ഞുള്ള ട്രെയിൻ നല്ല സ്പീഡിലാണ് 130 തന്നെ തകർക്കുകയാണ് ഹൗറയിലേക്ക്. ഒരു ഹൈ സ്പീഡ് ട്രാക്ക് തന്നെയാണ് ഹൗറയ്ക്കും ഖരഗ്പൂറിനും ഇടയിൽ. 130 മാക്സിമം അലോ ചെയ്തേക്കുന്ന ഈ റൂട്ടിലെ മാക്സിമം സ്പീഡ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ 130 ഇനി ഏത് കാലത്ത് കാണാനാണോ, ഒരു ആഗ്രഹം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഈ യാത്രക്കിടയിൽ ഇതേമാതിരി ഇടയ്ക്കിടയ്ക്ക് ചായയൊക്കെ കുടിച്ചുകൊണ്ടുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു രസകരമായ അനുഭവമാണ്. പക്ഷേ എല്ലാ ട്രെയിനിലും ഒന്നും നല്ല ടേസ്റ്റിയായ ചായ കിട്ടണമെന്നില്ല. ഖരഗ്പൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയാണ്. ഷൂ പോളിഷ് ചെയ്യുന്ന കണ്ടോ? ഇതേമാതിരി കുറേ ആൾക്കാർ ട്രെയിനിനകത്ത് വരും. നമ്മുടെ ഷൂ പോളിഷ് ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കും. പോളിഷ് ചെയ്യേണ്ടവർക്ക് സൗകര്യമായി ഇതേമാതിരി ഇവരുടെ കയ്യിൽ കൊടുത്താൽ മതി. 10 രൂപയാണ് ചാർജായിട്ട് ഇവർ വാങ്ങുന്നത്. പോകുന്ന വന്ദേ ഭാരത് കണ്ടോ? ഇത് MT റൈക്കുമായിട്ട് പോകുന്നതാണ്. ഇതിൽ യാത്രക്കാരൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇത് ഖരഗ്പൂർ യാർഡിലോ എന്തോ വർക്കിനോ എന്തോ കൊണ്ടുപോകുന്ന വന്ദേ ഭാരതാണ്.
ഹൗറയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മതിലിൻ്റെ അപ്പുറം കാണുന്നതാണ് സാന്ത്രഗച്ചി കോച്ചിങ് ഡിപ്പോ. സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ അണ്ടറിൽ വരുന്ന റെയിൽവേ സ്റ്റേഷനായ സാന്ത്രഗച്ചി ഹൗറയുടെ ഒരു സാറ്റലൈറ്റ് റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. ഇവിടുത്തെ ഒരു കോച്ചിങ് ഡിപ്പോയും യാർഡും പിറ്റ് ലൈനും ഒക്കെയാണ് ആ സൈഡിൽ കാണുന്നത്. ഇതാണ് സാന്ത്രഗച്ചി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മുടെ ട്രെയിൻ അടുത്തുകൊണ്ടിരിക്കുന്നത്. സാന്ത്രഗച്ചി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മംഗലാപുരത്തേക്ക് ഒരു ട്രെയിനുണ്ട് കേരളം വഴി. ടാറ്റാനഗറിൽ നിന്ന് 242 കിലോമീറ്ററുകൾ താണ്ടിയ ശേഷം നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റോപ്പായ സാന്ത്രഗച്ചി റെയിൽവേ സ്റ്റേഷനാണ് ഇത്. കൽക്കട്ടയിലെ ഒരു സാറ്റലൈറ്റ് റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ അണ്ടറിൽ വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് സാന്ത്രഗച്ചി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് ഒരുപാട് ട്രെയിനുകൾ പുറപ്പെടുകയും വന്നു ചേരുകയും ചെയ്യുന്ന ഒരു മെയിൻ സ്റ്റേഷൻ കൂടിയാണ് കൽക്കട്ടയിലെ സാന്ത്രഗച്ചി റെയിൽവേ സ്റ്റേഷൻ. 2 മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം ട്രെയിൻ നേരെ ഹൗറയിലേക്ക്, സാന്ത്രഗച്ചിയിൽ നിന്ന് ഹൗറയിലേക്ക്. ഇനി അധികം സമയമൊന്നുമില്ല, നേരെ ഹൗറ റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് ഈ പാരലായിട്ട് വരുന്ന ഈ ഒരു ട്രെയിൻ കണ്ടോ, ഇതാണ് ഹൗറ സിക്കൻദ്രാബാദ് എക്സ്പ്രസ്. ഈ ട്രെയിൻ എനിക്ക് തോന്നുന്നു സാന്ത്രഗച്ചി യാർഡിലായിരിക്കും മെയിൻ്റെനൻസിന് കൊണ്ടുവന്നത്. ഇത് നേരെ ഹൗറയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് കുറേ നേരം നമ്മുടെ പാരലായിട്ട് നമ്മുടെ കൂടെ തന്നെ കാണുന്നുണ്ട്. ഈ ട്രെയിൻ ഇനിയും ഹൗറ വരെ നമ്മുടെ കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കാം. ഏത് ട്രെയിനാണ് ഫസ്റ്റ് ഹൗറ എത്തുമെന്ന് നമുക്ക് കണ്ടറിയണം. മറ്റേ ട്രെയിൻ ബാക്കിലാക്കിയിരിക്കുന്നു, നമ്മുടെ ട്രെയിനാണ് ഫ്രണ്ടിൽ കയറിയിരിക്കുന്നത്. ഇനിയും ആ ട്രെയിൻ നല്ല സ്പീഡിൽ നമ്മുടെ ട്രെയിനെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകുന്നു. ഈ നമ്മുടെ ട്രെയിൻ ഇവിടെ സിഗ്നൽ കിട്ടാതെ കിടക്കുകയാണ്. ഹൗഡയിലാണല്ലോ ഇപ്പോൾ കിടക്കുന്നത്. എല്ലാ ട്രെയിനുകൾക്കും സിഗ്നൽ കിട്ടുന്നില്ല. ആ ട്രെയിൻ നമ്മളെ ഓവർടേക്ക് ചെയ്ത് സൂപ്പറായിട്ട് കടന്നു പോകുന്ന കാഴ്ച കണ്ടില്ലേ? ഇതിൻ്റെ ബാക്കിൽ ഒരു WP7 കാണാവുന്നതാണ്. ഇതാണ് ഹൗറയിൽ നിന്ന് സെക്കൻദ്രാബാദിലേക്ക് കൊണ്ടുപോകുന്ന ലോക്കോ. സാന്ത്രഗച്ചി കഴിഞ്ഞതും കണ്ട കാഴ്ചയാണ്. കരിക്ക് കൊണ്ട് വന്നതാണ്. നിറയെ കരിക്കുമായിട്ട് കുറേ പേര് ഈ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. കരിക്കാണ്, 50 രൂപയാണ് ഒരു കരിക്കിന്. ഞാനും പറഞ്ഞു ഒരെണ്ണം, ചേട്ടൻ പറഞ്ഞു പുറത്തുനിന്ന് കട്ട് ചെയ്ത് തരാമെന്ന്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മധുരമുള്ള കരിക്ക് തന്നെയാണ്. 50 രൂപയ്ക്ക് ലാഭമാണെന്ന് വെച്ചാൽ അതെ, തീർച്ചയായിട്ടും ലാഭമാണ്. ട്രെയിനുകളിലൊക്കെ ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ കിട്ടുവാണെങ്കിൽ എന്ത് നല്ലതല്ലേ. കേരളത്തിലൊന്നും കാണാത്തതും നോർത്ത് ഇന്ത്യയിൽ കാണാൻ പറ്റുന്നതുമായ ഒരു കാഴ്ചയാണിത്. ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ ഔട്ടർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. യെല്ലോ ടാക്സിയൊക്കെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. കൽക്കട്ടയുടെ ഐക്കോണിക് മാർക്ക് തന്നെയല്ലേ യെല്ലോ ടാക്സി. ഹൗറ എത്തുന്നതിന് മുമ്പേ കണ്ട EMU കാർ ഷെഡാണ്. EMUവിൻ്റെ ഒക്കെ മെയിൻ്റെനൻസ് ഒക്കെ നടത്തുന്നത് ആ കാർ ഷെഡിലാണ്. ഹൗറ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ട്രെയിൻ. ആ സൈഡിൽ കാണുന്ന ഈ മതിലിൻ്റെ അപ്പുറം കാണുന്ന സ്ഥലങ്ങളൊക്കെ മൊത്തം ഈസ്റ്റേൺ റെയിൽവേയുടെ അണ്ടറിൽ വരുന്നതാണ്. ആ സൈഡിലൊരു വലിയ യാർഡും പിറ്റ് ലൈനും കാര്യങ്ങളൊക്കെ ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ ഉണ്ട്. ഹൗറ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പേയുള്ള കാഴ്ചകളാണ്. എന്തോരം ട്രാക്കുകളാണെന്ന് നോക്കി. ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ കോംപ്ലക്സിലോട്ടല്ലേ നമ്മളീ കിടക്കാൻ പോകുന്നത്. ഒരു സൈഡിലെ ട്രാക്കുകൾ മൊത്തം ഈസ്റ്റേൺ റെയിൽവേയുടെയും ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ട്രാക്ക് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെയുമാണ്. ഇത്രയും ട്രാക്കുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇവിടുത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ സമ്മതിക്കുക തന്നെ ചെയ്യണം. ഹൗറ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ട്രെയിൻ. ഒരുപാട് ട്രെയിൻ ആ സൈഡിലും ഈ സൈഡിലൂടെയൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇതൊക്കെ ഏത് ട്രെയിനാണ്, ഏത് വഴിക്ക് പോകുന്ന ട്രെയിനുകളാണ്. ഒരുപാട് ട്രെയിനുകൾ, കുറേ ട്രെയിനൊക്കെ യാർഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഷണ്ടിങ് ലോക്കാണ് ഹൗറയുടെ. കാണാൻ തന്നെ നല്ല രസമുള്ള ഷണ്ടിങ് ലോക്കയാണ്. ഇപ്പം നമ്മുടെ ട്രെയിൻ ഹൗറ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് ഇപ്പം 26 പ്ലാറ്റ്ഫോമുകളുണ്ടെന്ന് തോന്നുന്നു ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ.
ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ 17ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ടാറ്റ സ്റ്റീൽ എക്സ്പ്രസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഹൗറ റെയിൽവേ സ്റ്റേഷൻ ഒരു സംഭവം തന്നെ. എത്ര പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത് എന്നറിയാമോ? ഈ 17 മുതലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ആണ് തോന്നുന്നു യൂസ് ചെയ്യുന്നത്. ടാറ്റാ നഗറിൽ നിന്ന് ഹൗറയിലേക്ക് 250 കിലോമീറ്റർ യാത്രയ്ക്ക് ശേഷം ഈ ട്രെയിൻ 1 മണിക്കൂർ 15 മിനിറ്റ് ലേറ്റായി 11:45 ഇത് ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ശരിക്കും ഈ ട്രെയിൻ 4 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് ഈ ദൂരം കവർ ചെയ്യുന്നതാണ്. കാണുന്ന ഹൗറ റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബിസിയസ്റ്റായ റെയിൽവേ സ്റ്റേഷൻ. ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോം ഉള്ളതും ഈ ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ്. ഹൗറ മെട്രോയാണ്. എന്ത് പറ്റിയെന്നറിയത്തില്ല, ഇന്ന് പൂട്ടിക്കിടക്കുന്നു. ഇങ്ങനെയൊക്കെ മെട്രോ ബന്ധായി കിടക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. ടാറ്റയുടെ പ്രസ്റ്റീജിയസ് ട്രെയിനായ ടാറ്റ ഹൗറ സ്റ്റീൽ എക്സ്പ്രസ്സിലെ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത യാത്രയിൽ കാണുന്നിടം വരെ ടാറ്റ, ബൈ ബൈ.